Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. രണ്ട് ദേശങ്ങളെ ഭൂപടത്തിൽ നിന്നു തന്നെ മായ്ച്ചു കളഞ്ഞ വയനാട് ഉരുൾ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് 1 മാസം തികയുന്നു. ജൂലൈ 29 അർദ്ധരാത്രിയിൽ നിലക്കാതെ പെയ്ത പേമാരിക്കൊപ്പം കുത്തിയൊലിച്ചെത്തിയ ഉരുൾപൊട്ടലിൽ ഒരു ജനതക്ക് നഷ്ടമായത് ജീവനും ജീവിതവും ഉൾപ്പെടെ സർവവുമായിരുന്നു. രാജ്യം കണ്ട വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു അത്. എന്നാൽ ദുരന്തത്തിന്റെ പിറ്റേന്ന് രാവിലെ തന്നെ ഇതിന്റെ വേദന നിലമ്പൂരിനെയും പിടിച്ചുലച്ചു. ചൂരൽമലയിൽ നിന്നുത്ഭവിക്കുന്ന പുഴ പിന്നിട്ട് നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ നിലമ്പൂരിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഛിന്നഭിന്നമായ മനുഷ്യ ശരീരങ്ങൾ, ചലനമറ്റ കുഞ്ഞുടലുകൾ, കൈക്കാലുകളെല്ലാം ചാലിയാറിന്റെ തീരങ്ങളിലെ മരച്ചില്ലകളിൽ കോർക്കപ്പെട്ടും മണൽപ്പരപ്പുകളിൽ പൂണ്ടുകിടക്കുന്നത് ഏതൊരാളുടെയും കരൾ പിളർക്കുന്ന കാഴ്ചയായിരുന്നു. ചാലിയാറിലെ കുത്തൊഴുക്കിൽ മൃതദേഹങ്ങൾ വന്നടിഞ്ഞ വിവരമറിഞ്ഞ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് രക്ഷാപ്രവർത്തകരാണ് പോത്തുകല്ലിലേക്ക് ഓടിയെത്തിയത്. NDRF ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് നടത്തിയ രക്ഷാദൌത്യം സമാനതകളില്ലാത്ത മാതൃകയാണ് നിലമ്പൂരിന്റെ മണ്ണിൽ തീർത്തത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരും പ്രദേശത്തെത്തി ഓരോ ഘട്ടത്തിലും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. 15 ദിവസം പോലീസ്, അഗ്നിരക്ഷാസേന, NDRF ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങൾക്കൊപ്പം വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 80 മൃതദേഹങ്ങളും 173 ശരീരഭാഗങ്ങളും കണ്ടെത്താനായി. ഇതിൽ 41 പുരുഷന്മാരും 32 സ്ത്രീകളും 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. തിരച്ചിൽ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരോ ദുരന്ത നിവാരണ അതോറിറ്റിയോ ഉത്തരവ് പുറപ്പെടുവിക്കാത്തതിനാൽ തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ചാലിയാറിന്റെ ഇരുട്ടുകുത്തിക്കടവിന് താഴെയുള്ള ഭാഗങ്ങളിലാണ് കഴിഞ്ഞ 11 ദിവസമായി സേനാ വിഭാഗങ്ങൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിന്റെ തീരങ്ങളിൽ പുതിയതായി രൂപപ്പെട്ട മണൽത്തിട്ടകൾക്കിടയിൽ മാത്രമേ ഇനി മൃതദേഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതിശക്തമായ മഴ പെയ്ത് ഈ മൺതിട്ടകൾ ഒലിച്ചു പോകുമ്പോൾ മാത്രമേ ഇവ കണ്ടെത്താനാകൂ. കണ്ടെത്തിയാൽ തന്നെ അസ്ഥികൾ മാത്രമായിരിക്കും ഇനി ലഭിക്കുക. ഈസ്റ്റ് ലൈവ്, എടക്കര.